ഹലോ ഗെയ്സ്, നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ ക്രിസ്മസ് അത്ര കളറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്രിസ്മസിൻ്റെ നെക്സ്റ്റ് ഡേ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വെട്ടുകാട് ചർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ പിറ്റേന്നായതുകൊണ്ട് തന്നെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അത്യാവശ്യം ആളും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ എത്തി ആദ്യം തന്നെ ചെയ്തത് മെഴുകുതിരി കത്തിക്കുന്നതായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ ദേ ഈ കാണുന്ന കുരിശടി എന്നാന്ന് തോന്നുന്നു പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. പള്ളിയുടെ അകത്ത് ദേ ഇപ്പോൾ ഈ കാണുന്ന പോലെ പുൽക്കൂടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഉണ്ണീശനെയൊക്കെ വെച്ചിട്ട് നല്ല രസമായിട്ടുള്ളൊരു പുൽക്കൂടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ വെച്ചിരുന്ന ബൈബിളിൽ ഞങ്ങൾ കണ്ണടച്ചിട്ട് ഈ വചനം നോക്കുന്ന പരിപാടിയില്ല, അത് ചെയ്യാൻ നോക്കി. പക്ഷെ അതത്ര സെറ്റായില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ ബെഞ്ചിലിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് അവിടെ പ്രെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ദിവസം എന്തോ ക്രിസ്മസിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്, എന്തോ വിശേഷപ്പെട്ട ദിവസമാണെന്ന് തോന്നുന്നു. എന്തോ പ്രെയർ ഉണ്ടായിരുന്നു. അതിൽ എന്താ മാതാവിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അത് കേട്ടിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇതിന് അണ്ടർഗ്രൗണ്ടിൽ ഒരു ചാപ്പലുണ്ട്. അതും ഈ റീസെൻ്റ്ലി ചെയ്തതാണ് ഈ ചാപ്പൽ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേയും പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ചാപ്പലിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബൈബിളിനകത്തുള്ള കഥകളുടെ ഡെമോൺസ്ട്രേഷനാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് കഥ എന്ന് എനിക്ക് ഡീറ്റെയിലിൽ അറിയില്ല. എങ്കിലും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കേട്ടോ. പിന്നെ ഇതിനകത്ത് തന്നെ 2 പ്രെയർ റൂംസ് ഉണ്ട്. എല്ലാവർക്കും പോയിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. പിന്നെ ഇതിനകത്ത് മിനിയേച്ചേഴ്സ് വെച്ചിട്ടുണ്ട്. ഇത് പഴയ പള്ളിയുടെ മിനിയേച്ചറും ഇത് കുരിശടിയുടെ മിനിയേച്ചറുമാണ്. പിന്നെ അതുപോലെ തന്നെ ജീസസിൻ്റെ ഒരു സ്റ്റാച്യുവും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പഴയ പള്ളിയുടെ കുറേ റിമൈനിങ്സ് ഇല്ലേ, പള്ളിമണി, അവിടുത്തെ വാതിൽ, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളാണ് ഇതിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ഫുൾ ലൈറ്റ്സ് എന്ന് വെച്ചാൽ ഭയങ്കര രസമുള്ള ലൈറ്റ്സ് കേട്ടോ. ലൈറ്റ്സിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ള ആൾക്കാരുടെ ബഹളമൊക്കെ ആയിരുന്നു. അതായത് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഫ്രെയിമിൽ തന്നെ വേറെ ആൾക്കാർ കാണും. അങ്ങനെ നല്ല രസമായിരുന്നു. ലൈറ്റ്സ് മൊത്തം അടിപൊളിയായിരുന്നു. പിന്നെ സ്നോമാനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്നോമാൻ നല്ല രസമുണ്ടല്ലേ. എനിക്കും സ്നോമാനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആ സ്നോമാൻ്റെ അകത്ത് കയറി വീഡിയോ എടുത്തു. ഇതാണ് സ്നോമാൻ്റെ അകം. നല്ല രസമല്ലേ. എന്നിട്ട് സ്നോമാൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിൽക്കുന്ന ക്രിസ്മസ് ട്രീ സ്നോമാനേക്കാൾ രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്രിസ്മസ് ട്രീയും പിന്നെ കുറേ സ്റ്റാർസിന് വെച്ചിട്ടുണ്ടായിരുന്നു, അതുമാണ്. എന്നിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ബീഫ് സ്റ്റീക്ക് കഴിക്കാനാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ സംസം പാളയത്തെ സംസമിൽ നിന്നാണ് ബീഫ് സ്റ്റീക്ക് മുന്നേ കഴിച്ചിട്ടുണ്ടെന്നായിരുന്നു എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞങ്ങൾ നേരെ പാളയം സംസമിലാണ് പോയത്. പക്ഷേ അവരുടെ മെനുവിൽ തന്നെ ഈ ബീഫ് സ്റ്റീക്ക് ഇല്ല. അപ്പോഴവർ പറഞ്ഞ നന്തൻകോടുള്ള സംസമിലാന്ന്. അപ്പോഴെനിക്ക് ഓർമ്മ വന്നത് ശരിയാണ്, നന്തൻകോടാണ് ഞാൻ മുന്നേ പോയിട്ടുള്ളതെന്ന്. അങ്ങനെ നന്തൻകോട് പോകുന്ന വഴിക്കുള്ള ബ്ലോക്കാണിത്. ഫുൾ ലൈറ്റ്സ്. അതായത് ഇത് വേറൊരു പള്ളിയാണ്, പാളയത്തുള്ളൊരു പള്ളിയാണ്. അപ്പോൾ അവിടെ ഫുൾ ലൈറ്റ്സ് ഇട്ടിട്ട് സീനറി അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര ബ്ലോക്ക് തോന്നിയില്ല. പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടായിരുന്നു വണ്ടികൾ. എന്നിട്ട് ഞങ്ങൾ നേരെ നന്തൻകോടുള്ള സംസമിലെത്തി. ഞങ്ങൾക്ക് ഓൾറെഡി എന്ത് കഴിക്കണം എന്ന് പ്ലാൻ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ മെനു നോക്കിയിട്ട് ബീഫ് സ്റ്റീക്ക് മാറ്റി സിസ്ലസ് ആക്കി അപ്ഗ്രേഡ് ചെയ്തു. പിന്നെ ഞങ്ങളൊരു സ്റ്റാർട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് പൊറോട്ടയും ബട്ടർ ചിക്കനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ സ്റ്റാർട്ടറായിട്ടുള്ള ഡൈനാമിറ്റ് പ്രോൺസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മീൻ തരത്തി സിസ്ലസ്, നല്ല ആവി പറക്കുന്ന സിസ്ലസ്. ഇതിൻ്റെ കൂടെ വരുന്നത് ബട്ടർ റൈസും പിന്നെ ബട്ടറിൽ തന്നെ സോട്ട് ചെയ്ത വെജിറ്റബിൾസ് ആണെന്ന് തോന്നുന്നു. ഇത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് എൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാനിത് കഴിക്കുന്നത്. ഇതിന് മുന്നേയും ഒരു ക്രിസ്മസിന്, 3 വർഷം മുന്നത്തെ ഒരു ക്രിസ്മസിനാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സിസ്ലേഴ്സ് കഴിക്കുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് കഴിക്കുന്നത്. ഇന്നും ഇവരുടെ സെർവിങ് ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ, ഒരു ചേഞ്ചും ഇല്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ പൊറോട്ടയും ബട്ടർ ചിക്കനും എടുത്തു. പക്ഷേ ഇതൊരു റോങ് ചോയ്സാണെന്ന് തോന്നി. കാരണം ഞങ്ങൾക്കത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങളത് വെറുതെ കളഞ്ഞില്ല, പാർസൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ഇതെല്ലാം തേക്കാൻ വേണ്ടി ഒരു പൈനാപ്പിൾ ജ്യൂസ് കൂടെ ഓർഡർ ചെയ്ത് കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി.